ഹായ് ഓൾ, വെൽക്കം ടു പ്രൊപ്പോയ്സ് UG പ്ലസ്. പ്രൊപ്പോയ്സ് UG പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. CVT PG 2024 ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഡിസംബർ 26 തൊട്ട് ജനുവരി 24, 2024 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം. ഇനി അപ്ലൈ ചെയ്ത് പൊതുവെ പരീക്ഷകൾക്കുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് വരിക എന്നുള്ളത് എക്സാമിന്റെ കുറച്ചൊരു സമയം മുന്നേ തന്നെ വരാറുണ്ട്. ഇപ്പം ജാം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു മാസം മുന്നേ ഒക്കെ തന്നെ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് നമുക്ക് ലഭിക്കാറുണ്ട്. സെന്റർ എവിടെയാണെന്ന് അതനുസരിച്ച് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് തന്നെ വളരെയധികം സഹായകമാവുന്ന ഒരു കാര്യം കൂടിയാണത്. പക്ഷേ CVT PG സംബന്ധിച്ച് CVT PG വന്നപ്പോൾ തൊട്ട്, അതായത് 2022 തൊട്ട് എക്സാമിന്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പായിട്ടാണ് അവർ അഡ്മിറ്റ് കാർഡ് നമുക്ക് അവൈലബിൾ ആക്കുക. അപ്പൊ അതുപോലെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ അത്രയും ചെറിയൊരു ഷോർട്ട് വിൻഡോ കിട്ടുന്നതുകൊണ്ട് അഡ്മിറ്റ് കാർഡ് സപ്പോസ് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇനി അഡ്മിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുക. വളരെ ഷോർട്ട് ആയിട്ടുള്ള സെഷനാണ്, മൊത്തമായി തന്നെ കാണുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സോ ഇത് വായിച്ചു പോവാം. ദി അഡ്മിറ്റ് കാർഡ് വുഡ് ബി ഇഷ്യൂഡ് പ്രൊവിഷണലി ടു ദ കാൻഡിഡേറ്റ്സ് ത്രൂ ദി NTA or സമർത്ത് വെബ്സൈറ്റ്. പുതിയ സൈറ്റ് വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുന്നതായിരുന്നു. pgcvt.സമർത്ത്.ac.in കയറിയാലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും CVT PG റിലേറ്റഡ്, എസ്പെഷ്യലി 2024 CVT PG റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈറ്റിൽ നിന്നാണ് ലഭിക്കുക. അപ്പം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ 2 കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന എലിജിബിലിറ്റി എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. രണ്ടാമത്തത് പറയുന്ന ഫീസ് പേ ചെയ്യുക. 2 പേപ്പർ ആണെങ്കിൽ ആ ഒരു പറയുന്ന ഫീ, 3 പേപ്പർ ആണെങ്കിൽ അതിന്റെ ഫീ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുകയുള്ളൂ. ഇനി NTA വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അഡ്മിറ്റ് കാർഡ്. കാൻഡിഡേറ്റ് വിൽ അപ്പിയർ ഇൻ ദി എക്സാമിനേഷൻ അറ്റ് ദി ഗിവൺ സെന്റർ ഓൺ ദി ഡേറ്റ് ആൻഡ് ഷിഫ്റ്റ് ടൈമിംഗ് ആസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഹിസ് ഓർ ഹെർ അഡ്മിറ്റ് കാർഡ്. ആ ഡൗൺലോഡ് ചെയ്യുന്ന 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് ഡൗൺലോഡ് ചെയ്യുന്ന അഡ്മിറ്റ് കാർഡിലെ കറക്റ്റ് സെന്ററിൽ പറയുന്ന ഡേറ്റിൽ പറയുന്ന ടൈമിൽ പോയി എക്സാം എഴുതണം. അതല്ല നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. മൾട്ടിപ്പിൾ എക്സാംസ് കാണാൻ പറ്റും. ഡിഫറെന്റ് ഡേയ്സ് പോയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരീക്ഷകളൊക്കെ ഉണ്ട്. ഒരാഴ്ച ഗ്യാപ്പിൽ, ഒരു സൺഡേ പറ്റിയില്ലെങ്കിൽ അടുത്ത സൺഡേ പോയി എഴുതാൻ പറ്റുന്ന പരീക്ഷകളൊക്കെ ഇഷ്ടം പോലെ PGയിലേക്ക് വരുമ്പോൾ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഒരു വട്ടം ചാൻസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റില്ല. ആ ചാൻസ് പോയി തന്നെ കണക്കാക്കുക. അതുപോലെ എന്തൊക്കെ അഡ്മിറ്റ് കാർഡിൽ വരും എന്നുള്ളൊരു കാര്യവും ചെറിയ സൂചന ഇതിൽ തരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡേറ്റ് എക്സാമിന്റെ, അതുപോലെ ഏത് ഷിഫ്റ്റ് ആണ്. 3 ഷിഫ്റ്റ് ആയിട്ട് പരീക്ഷ നടക്കുക. മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ട്, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട്. ഇതിൽ ഏത് ഷിഫ്റ്റിലാണ്, ഡേറ്റ് എന്നാണ്, ആൻഡ് സെന്റർ ഏതാണ്, കറക്റ്റ് സെന്റർ. നിങ്ങൾക്ക് സിറ്റി ഒരാഴ്ച മുന്നേ പറഞ്ഞു തരും. സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പിലൂടെ 4-ാം തീയതി തൊട്ട്, മാർച്ച് 4-ാം തീയതി തൊട്ട് ഏത് സിറ്റിയിലാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നുള്ളവരെ നിങ്ങൾ അറിയും. പക്ഷേ കറക്റ്റ് സെന്റർ ഏതാണെന്ന് അറിയുന്നത് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ 2 ദിവസം മുമ്പായിട്ടാണ്. നോ ഇന്റിമേഷൻ റിഗാർഡിംഗ് ദ റിലീസ് ഓഫ് അഡ്മിറ്റ് കാർഡ് വിൽ ബി സെൻഡ് ത്രൂ മെയിൽ. അതായത് അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മെയിൽ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ അതോർത്ത് നിങ്ങൾ വെറിയഡ് ആവണ്ട. UG പ്ലസ് ഫോളോ ചെയ്താൽ മതി. അഡ്മിറ്റ് കാർഡ് ഒക്കെ വന്ന് മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് എങ്ങനെ പോയാലും നിങ്ങളിലേക്ക് ആ ഒരു വാർത്ത ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. No candidate will be allowed to appear at the examination center on the date and shift or time other than that allotted to him or her in his or her admit card. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റിലും ടൈമിലും അല്ലാതെ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ അവർ റീറ്ററേറ്റ് ചെയ്തേ ഉള്ളൂ. നോ റീ എക്സാം വുഡ് ബി കണ്ടക്ടഡ്. ഈ പരീക്ഷ മിസ്സായ പലപ്പോഴും നമ്മൾ റീടെസ്റ്റ് നടത്താറുണ്ട്. ഇതിന് റീടെസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇനി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പാണ് പരീക്ഷയുടെ, അതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്തി പ്രൊസീജിയറിലേക്ക് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. ഓഫീസ് അവേഴ്സിൽ 01140759000 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓഫീസ് അവേഴ്സ് എത്രയാണ്? 10 AM to 5 PM. ക്ലിയർ അല്ലേ? The candidates are advised to read the instruction on the admit card carefully and strictly follow them during the examination. അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി എന്തെങ്കിലും സിഗ്നേച്ചർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് ഒക്കെ തുടങ്ങിയുള്ള പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുക? NTA ബന്ധപ്പെടാനാണ് പറയുന്നത്. നിങ്ങൾക്ക് കൊടുത്തത് കറക്റ്റ് ആണ്, പക്ഷെ വന്നപ്പോൾ ഫോട്ടോഗ്രാഫോ സിഗ്നേച്ചർ ഒക്കെ മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? NTA ഹെൽപ്പ് ലൈനിൽ 10 AM to 5 PM ഇടയിലായിട്ട് വിളിക്കുക. ഏതാണ് NTA ഹെൽപ്പ് ലൈൻ? 01140759000. പിന്നെ പറയുന്നത് എന്താണ്? ഇൻ സച്ച് എ കേസ് ദ കാൻഡിഡേറ്റ് വുഡ് അപ്പിയർ ഇൻ ദി എക്സാമിനേഷൻ വിത്ത് ദി ഓൾറെഡി ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ്. ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത അഡ്മിറ്റ് കാർഡുമായിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യാം. പിന്നീട് അതിൽ വേണ്ട കറക്ഷൻസ് NTA കൈകാര്യം ചെയ്തോളും എന്നാണ് പറയുന്നത്. ദ ടൈമിംഗ് ഫോർ ഡൗൺലോഡിംഗ് ദ അഡ്മിറ്റ് കാർഡ് ഫോർ ദി എക്സാം വിൽ ബി അനൗൺസ്ഡ് ഓൺ ദി NTA വെബ്സൈറ്റ്. അത് 7-ാം തീയതി തൊട്ട് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുമെന്ന് പറയുന്നുണ്ട്. അത് 7-നോ 8-നോ അല്ലെങ്കിൽ 9-നോ ആയിട്ടൊക്കെ തന്നെ 11-ാം തീയതി തുടങ്ങുന്ന പരീക്ഷയ്ക്ക് അവർ ലഭ്യമാക്കാറുണ്ട്. പൊതുവെ 2 ദിവസം മുമ്പേക്ക് ആയിട്ടാണ് വരാറ്. 4 ദിവസം മുമ്പേ തന്നെ കിട്ടിക്കോണം എന്നില്ല. ഇനി ഈ ഒരു പോയിന്റ്സ് കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. The candidates may please note that admit cards will not be sent by post or email. നിങ്ങൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. pgcvt.samar.ac.in വന്നിട്ട്
നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. മെയിൽ വഴിയൊന്നും തന്നെ ഒരിക്കലും ഇവർ അയക്കാൻ പോകുന്നില്ല. ഇനി അഡ്മിറ്റ് കാർഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എക്സാമിനേഷൻ സെന്ററിൽ ആരും തന്നെ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. അപ്പൊ അവിടെ അഡ്മിറ്റ് കാർഡ് ഉണ്ടാവുന്ന കരുതി ആരും അങ്ങോട്ട് പോകണ്ട. നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എടുത്ത് അതിനകത്ത് ഫോട്ടോ ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എല്ലാം ഒട്ടിച്ച് തമ്പെല്ലാം വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പൊക്കെ വെച്ചിട്ട് എന്ത് വേണം, എക്സാം എഴുതാൻ പോകണം. അല്ലാതെ എക്സാം സെന്ററിൽ ഈ വക കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ദ കാൻഡിഡേറ്റ് മസ്റ്റ് നോട്ട് മ്യൂട്ടിലേറ്റ് ദി അഡ്മിറ്റ് കാർഡ് ഓർ ചേഞ്ച് എനി എൻട്രി മെയ്ഡ് ദെയർ. അപ്പൊ അതിനകത്ത് ഒരു തിരുത്തലും പാടില്ല എന്ന് മാത്രമല്ല അഡ്മിറ്റ് കാർഡ് നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടുവരണം. ഇനി എക്സാം എഴുതി കഴിഞ്ഞാലും അഡ്മിറ്റ് കാർഡ് വളരെ സേഫ് ആയിട്ട് ക്ലീൻ ആയിട്ട് എടുത്തു വെക്കാൻ അവർ പറയുന്നുണ്ട്. അടുത്തത് നോ അഡ്മിറ്റ് കാർഡ് ഷാൽ ബി ഇഷ്യൂഡ് ടു ദ കാൻഡിഡേറ്റ്സ് ഹൂസ് അപ്ലിക്കേഷൻ ആർ ഫൗണ്ട് ടു ബി ഇൻകംപ്ലീറ്റ് ഫോർ എനി റീസൺസ്. എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും, ഫോട്ടോഗ്രാഫിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇനി സൈൻ ഇടാത്ത ഏതെങ്കിലും ഒരു ഇമേജ് ആണ് നിങ്ങൾ സൈൻ എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കില്ല. അതായത് അതിന്റെ കാരണം എന്താണ്, അവരാ പറഞ്ഞിരിക്കുന്ന ബേസിക് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ടാണ്. ബേസിക് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്തിടത്തോളം അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരുന്നതായിരിക്കില്ല. ഇനി അഡ്മിറ്റ് കാർഡ് വന്നു എന്ന് കരുതി നിങ്ങൾ എല്ലാവിധ എലിജിബിലിറ്റിയും ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതല്ല. നിങ്ങൾ ഓൺലൈനിൽ ഫില്ല് ചെയ്ത ഡീറ്റെയിൽസ് പ്രകാരമാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, അഡ്മിറ്റ് കാർഡ് വരുന്നത്. ഇനി വെരിഫിക്കേഷൻ സമയത്ത് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യം വന്നു കഴിഞ്ഞാൽ, വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോഴും അവിടെ അഡ്മിഷൻ ക്യാൻസൽ ആവുന്നുള്ള ഒരു വാർണിംഗ് അവർ തരുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് അഡ്മിറ്റ് കാർഡിനെ പറ്റി കാര്യമായിട്ട് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് അറിയിക്കുന്നുണ്ടാവും. ഇനി അറിയാത്തവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലർ നമ്പർ ഉണ്ട്, വിളിക്കുക, സംസാരിക്കുക. അതുപോലെ തന്നെ 19ഓളം വരുന്ന CUET PG കോഴ്സുകൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട് UG+ അവൈലബിൾ ആണ്. ആൻഡ് ഓൾറെഡി കുറെ ഓഫേഴ്സും റണ്ണിങ് ആണ്. അപ്പൊ അതൊക്കെ അറിയുന്നതിനായിട്ടും അക്കാഡമിക് കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ കയറി ഇരിക്കുകയാണെങ്കിൽ ഓരോ വരുന്ന അപ്ഡേറ്റ്സിനെ പറ്റിയും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും. സോ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം.